നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും എന്ത് ചിന്തിച്ചാലും റബ്ബാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏറെ മെച്ചപ്പെടും. ജീവിതത്തിൽ നാം എന്ത് പ്രവർത്തിക്കുമ്പോഴും നല്ല നീയത്തോടു കൂടിയാണ് നാം കാര്യങ്ങൾ ചെയ്യേണ്ടത്. നല്ല നീയത്തോടു കൂടി നാം കാര്യങ്ങൾ ചെയ്താൽ, കാര്യങ്ങൾ ഇടപെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിഗണിക്കും. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ തോട്ടത്തിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ മറ്റൊരു തോട്ടത്തിൽ ഒരടിമ ജോലി ചെയ്യുന്നത് കണ്ടു. അയാൾക്കുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ അരികിൽ തന്നെയുണ്ട്. അതിനിടെ എവിടെ നിന്നോ ഒരു നായ ആ തോട്ടത്തിലേക്ക് കയറി വന്നു. അടിമ അന്നേരം ഒരു റൊട്ടി എടുത്ത് നായയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. നായ അത് ഭക്ഷിച്ചു. രണ്ടാമതും മൂന്നാമതും ഇതേപോലെ തന്നെ അടിമ ആ നായയ്ക്ക് വേണ്ടി ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിനക്കുള്ള ഭക്ഷണം എവിടെയാണ്? അടിമ പറഞ്ഞു, ഞാൻ ഈ വലിച്ചെറിഞ്ഞു കൊടുത്ത ഭക്ഷണമായിരുന്നു എനിക്കുള്ളത്. ഇത് നായകളില്ലാത്ത നാടാണ്, ഇത് തന്നെയായിരുന്നു എനിക്കുള്ള ഭക്ഷണം. അടിമയുടെ മറുപടി എങ്ങനെയായിരുന്നു? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ ആ നായകൾക്ക് നിന്റെ ഭക്ഷണം നൽകിയത്? അടിമയുടെ മറുപടി, ഇത് നായകളില്ലാത്ത നാടാണ്, ഇത് എങ്ങു നിന്നോ ഇവിടെ എത്തിപ്പെട്ടതാണ്, അതിനാൽ കഠിനമായ വിശപ്പുണ്ട്, ഈ സമയം വയറു നിറച്ചുണ്ണുന്നത് ഞാൻ വെറുക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇനി നീ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ മറുപടി, ഇന്ന് ഞാൻ വിശപ്പ് സഹിക്കും. അന്നേരം അബ്ദുല്ല എന്നവർ മനസ്സിൽ പറഞ്ഞു, എന്റെ ഉദാരത ഇത്രത്തോളം എത്തിയിട്ടില്ലല്ലോ, ഈ അടിമ എന്നെക്കാളും ഉദാരനാണ്. അങ്ങനെ ആ തോട്ടത്തിന്റെ അടിമയെയും അദ്ദേഹം വിലക്ക് വാങ്ങി. ശേഷം അടിമയെ സ്വതന്ത്രനാക്കി ആ തോട്ടം അയാൾക്ക് ദാനമായി നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നല്ല മനസ്സോടുകൂടി നാം എന്ത് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ മഹത്തരമായത് നമ്മിലേക്ക് തിരിച്ചു തരും. നമ്മൾ കൊതിച്ചതിനേക്കാൾ മഹത്തരമായതായിരിക്കും അല്ലാഹു നമുക്ക് വിധിക്കുന്നത്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നാം അല്ലാഹുവിന് നന്ദി ചെയ്താൽ അവൻ വീണ്ടും വീണ്ടും അവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഏറ്റി നൽകും. ഉള്ളതിൽ നിന്ന് നാം മറ്റുള്ളവർക്ക് കൂടി പകുത്തു നൽകിയാൽ ഇനിയും നൽകാൻ അല്ലാഹു നമുക്ക് അവസരം നൽകും. അതുമാത്രമല്ല, മറ്റൊരാളുടെ മുമ്പിലും പോകാതെ അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു നമുക്ക് ഇസ്സത്തുള്ള ജീവിതം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ.